ഇവിടെ ഉണ്ടല്ലോ. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെരുപ്പിന് 1 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്, സർക്കാരാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ മേടിക്കുന്നത് ചെരുപ്പിന് 5 രൂപ വെച്ചിട്ടാണ് ഒരാളിൽ നിന്ന് മേടിക്കുന്നത്. ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്, സർക്കാരിൻ്റെ അവർ കോൺടാക്റ്റ് എടുത്തേക്കണം. പക്ഷേ നമ്മൾ ഉള്ളിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ് കംപ്ലയിൻറ്റ് ചെയ്തോ, അതൊന്നുമില്ല സർക്കാരിൻ്റെ ആണ് 1 രൂപ തന്നെ ഉള്ളൂ എന്ന്. പക്ഷേ ഞങ്ങൾക്ക് കാശ് കൊടുത്തു പോയി ആദ്യം, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ 1 രൂപ മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ കേട്ടോ. ഇവിടെ 1 രൂപയാണ് ഇവിടെ ഇരിക്കണത് കേട്ടോ, കണ്ട 1 രൂപ ഉള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് 5 രൂപയാണ് ഇവർ മേടിക്കണത്. ഇവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഇത് സർക്കാർ ഞങ്ങൾക്ക് കയറി തന്നെ. പക്ഷേ ഉള്ളിൽ ചെന്ന് സംസാരിച്ചപ്പോഴാണ് പറയണത് കേട്ടോ. നോട്ട് ചെയ്യുക, ഇവിടെ വരുമ്പോൾ 1 രൂപ മാത്രമേ കൊടുക്കാവൂ, അതിൽ കൂടുതലുള്ളൊരു ഒച്ചെടുത്ത് തുടങ്ങി. നമ്മൾ ഇങ്ങനെ ഒരാൾ, നമ്മൾ മലയാളം അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം തുടങ്ങി കിട്ടാൽ എല്ലാവരും ഒച്ചെടുക്കണം. അവരോട് ഒച്ചെടുക്കണം, സംസാരിക്കാനാണ് ഓരോരുത്തർക്ക്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കും, ഞങ്ങൾക്ക് അങ്ങനെ ആരെല്ലാം ചെയ്യാനുണ്ട്. എന്തോ പുള്ളി കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങനെ സർക്കാർ ഞങ്ങളകത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ആരും ഇതുപോലെ എല്ലാവരും വന്ന് വെച്ചെടുക്കണം. അപ്പോൾ ഞങ്ങൾ ഒരു വാട്സപ്പ് നമ്പർ മേടിച്ചിട്ടുണ്ട്, അത് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ളതാണ്. ആ വാട്സപ്പിൽ നിങ്ങൾ ചെയ്തു നമ്പർ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കണം. ഇവിടെ വന്നാൽ ആരും ഈ പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോക്കാണ്, ഇതുപോലെ പറയാറൊന്നുമില്ല. അപ്പോൾ വേറെ ഉള്ളിൽ ചെന്ന് ഇരിക്കുമല്ലോ നമ്മളെ നോക്കാൻ വേണ്ടി, അത് തോട്ടത്തിൽ. അപ്പോൾ അവരാ പറഞ്ഞത് ഈ നമ്പറിൽ കംപ്ലൈൻറ്റ് ചെയ്തോ, സർക്കാരിൻ്റെ പൈസ കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതാണ് അവരാ ഈ കംപ്ലയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, ആ വാട്സപ്പിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കാണുന്നവർ ഇവിടെ വന്നെയാണെങ്കിൽ ആ നമ്പർ ഞങ്ങളും തരാം, ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ബൈ.